ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പാറേക്കാട്ട് ചുങ്കത്ത് ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ്റെ 110ാമത് ചരമവാർഷികം ആചരിക്കുന്നതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോട്ടപ്പടി ഇടവകയിലെ വിശ്വാസികളെല്ലാവരും. ഈ ചരമവാർഷികം ഏതാണ്ട് 4 പതിറ്റാണ്ടായി ശ്രാദ്ധ ഊട്ടായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധച്ചൻ്റെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ സുഹൃതങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ. ആ നന്മയുടെ ചൈതന്യവും പരസ്നേഹാരൂപിയും നാനാജാതി മതസ്ഥർക്ക് അച്ഛൻ്റെ ജീവിതകാലത്ത് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭവനങ്ങളിൽ തോറും സന്ദർശനം നടത്തി ദുരിതമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചും തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തും ആ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വർദ്ധച്ചൻ അക്കാലത്ത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന അനേകർക്ക് അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം അവരുടെ കൃഷിഭൂമികൾ സന്ദർശിക്കുകയും ആ കൃഷിഭൂമിയിലെ കൃഷികൾ നശിപ്പിച്ചു കൊടുക്കുന്ന ചാഴി, പുഴു, മുഞ്ഞ തുടങ്ങിയ കീടങ്ങളെ വിലക്കുവാനും പ്രാർത്ഥനയാൽ ബന്ധിക്കുവാനും അങ്ങനെ അവർക്ക് ആ കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെട്ടു പോകാതെ അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നതിനും വർദ്ധച്ചൻ്റെ സന്ദർശനവും പ്രാർത്ഥനകളും നിരവധിയായി സഹായിച്ചിരുന്നു. എല്ലാവർക്കും എല്ലാമായ യേശുവിൻ്റെ ആ സ്നേഹ ചൈതന്യമാണ് ഈ ഭവന സന്ദർശനത്തിലും അവരുടെ ഉപജീവന മാർഗമായിരുന്നവയൊക്കെ അനുഗ്രഹിച്ചും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുമൊക്കെ വർദ്ധച്ചൻ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ശ്രാദ്ധവൂട്ടിന് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി പേരിൽ അനേകർ മറ്റ് മതസ്ഥരാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ആ കാലഘട്ടത്ത് ദളിതരോടും അവഗണിക്കപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ക്രിസ്തുവിൻ്റെ ഒരു അനുകമ്പാർദ്രമായ സ്നേഹവും അവരോടുള്ള പരിഗണനയും തൻ്റെ ജീവിതത്തിലൂടെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിൽ വർദ്ധച്ചൻ കൂടുതൽ തൽപരനായിരുന്നു. ഈ കാലഘട്ടത്തിലെ വൈദികർക്കും അജപാലന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇങ്ങനെ ഭവനങ്ങൾ തോറും കയറിയിറങ്ങുക എന്നുള്ളത് ഒരു ആവശ്യമായി ഒരുപക്ഷെ തോന്നണമെന്നില്ല. കാരണം ഇന്ന് അനുവാദം കൂടാതെ ചെല്ലാനോ ക്ഷണിക്കപ്പെടാതെ കടന്നു ചെല്ലാനോ ഒരുപക്ഷെ ഇന്ന് സ്വാതന്ത്ര്യത്തിന് കുറവുണ്ട്. എന്നാൽ വർദ്ധച്ചൻ്റെ കാലഘട്ടത്ത് ഏതാണ്ട് 100 കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഇടയൻ ആടുകളെ തേടി ഭവനങ്ങൾ തോറും കയറിയിറങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരണാസന്നരെ ഒരുക്കി രോഗികളെ ആശീർവദിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ തനിക്ക് വല്ലയിടത്തുനിന്നും കിട്ടുന്ന ചില്ലറകൾ കൊടുത്ത് സഹായിച്ച് ഏതെങ്കിലും ഒരു ഭവനത്തിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി മേടിച്ച് കുടിച്ച് അവരോടൊപ്പം ചെലവഴിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ ശുശ്രൂഷകളിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ ഒരുപക്ഷെ അന്നത്തെ വരേണ്യർക്ക്, സവർണ മനോഭാവത്തോടുകൂടി ജീവിച്ചിരുന്നവർക്ക്, അത് പുരോഹിത വൃത്തത്തിലുമുണ്ട്, ഒരുപക്ഷെ അത്ര സ്വീകാരനായിരുന്നില്ലായിരിക്കാം. എങ്കിലും ഈശോയുടെ അരൂപി ഈ വൈദികനിലൂടെ അദ്ദേഹത്തിൻ്റെ വിവിധ സുഹൃതങ്ങളിലൂടെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായ ഒരു വ്യക്തി എന്ന് പറയത്തക്ക രീതിയിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിൽ കാണുവാൻ ഇടവന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് 100 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുഹൃതവും നന്മയും സന്തോഷത്തോടെ ഓർത്തുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് അവിടുത്തെ കബറിടത്തെങ്കൽ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടിപ്പോകുന്നത്. സ്വർഗത്തിലിരുന്നു കൊണ്ട്
വർദ്ധച്ചൻ ഇന്നും അനേകർക്ക് ആശ്വാസമാകുന്നു. അതുകൊണ്ടാണ് ഈ ശവകുടീരം സന്ദർശിക്കുന്നതിനും ഇവിടെ പ്രാർത്ഥിക്കുന്നതിനും എല്ലാ ദിവസവും തന്നെ അനേകർ എത്തി പോകുന്നത്. 110-ാം ശ്രാദ്ധാചരണത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും ആശംസിക്കുന്നതോടൊപ്പം ഈ ശ്രാദ്ധവൂട്ടിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. വർദ്ധച്ചൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.